കാഞ്ഞങ്ങാട് AIDWA, KSKTU, CITU, NREG, DYFI, SFI തുടങ്ങിയ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ സാർവദേശീയ മഹിളാ ദിനത്തിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട് മണ്ഡലം ബഹുജന വനിതാ സംഗമം നടത്തി. AIWA കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പത്മാവതി ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട് AIDWA, KSKTU, CITU, NREG, DYFI, SFI തുടങ്ങിയ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ സാർവദേശീയ മഹിളാ ദിനത്തിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട് മണ്ഡലം ബഹുജന വനിതാ സംഗമം നടത്തി. AIDWA കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പത്മാവതി ഉദ്ഘാടനം ചെയ്തു. എന്താ നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ? ലോകത്തെല്ലാ ആകെയുള്ള കാര്യങ്ങളെ കുറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഈ രാജ്യത്ത് സ്ത്രീകൾക്ക് ജീവിക്കാൻ പറ്റുന്ന രാജ്യമാണോ? സ്ത്രീകൾക്ക് ജീവിക്കാൻ പറ്റാത്ത രാജ്യമാണ് എന്ന് വിവിധ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. സ്ത്രീകൾക്കെതിരായിട്ട് അക്രമം നടക്കുന്നു എന്നുള്ളത് മാത്രമല്ല, അക്രമികളെ സഹായിക്കുന്ന നിലപാട് രാജ്യത്തെ ഭരണാധികാരികൾ സ്വീകരിക്കുന്നു. കേരളത്തിൽ ഏത് സ്ത്രീയാണോ ആക്രമിക്കപ്പെടുന്നത്, ആക്രമിക്കപ്പെടുന്ന സ്ത്രീ ആരാണോ ആക്രമിക്കുന്നത്, ആ പുരുഷനെതിരായിട്ട്, ആ പ്രതിക്കെതിരായിട്ട് കടുത്ത നടപടി സ്വീകരിക്കുന്ന സർക്കാരാണ് കേരളത്തിലെ സർക്കാർ. പക്ഷേ രാജ്യത്തെ സർക്കാരിനെ നിങ്ങൾ നോക്കൂ, വിവിധ സംസ്ഥാനങ്ങളിലെ സർക്കാരിനെ നിങ്ങൾ നോക്കൂ. ആ സർക്കാരുകൾ സ്ത്രീകളെ ആക്രമിക്കുന്ന കാര്യത്തിൽ എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത്? ഉന്നാവയിലെ പെൺകുട്ടിയെ കുറിച്ച് നമ്മൾക്കറിയാം. എത്ര പ്രാവശ്യമാണ് വീണ്ടും ആ പെൺകുട്ടി ആക്രമിക്കപ്പെട്ടത്? BJPയുടെ MLA ആക്രമിക്കപ്പെട്ട പെൺകുട്ടി വീണ്ടും അവളെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു. അവളെ അച്ഛനെ കൊന്നു, അവളെ ഒപ്പം പോയിട്ടുള്ള മറ്റു സ്ത്രീകളെ കൊന്നു, അവളെ വക്കീലിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു, അതുപോലെ തന്നെ അവളെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു. അങ്ങനെയെല്ലാം ഒരിക്കൽ ലൈംഗികമായിട്ട് ആക്രമിക്കപ്പെട്ട ഒരു പെൺകുട്ടിയെ വീണ്ടും ആക്രമിക്കാൻ ശ്രമിക്കുകയും ആ BJPയുടെ MLAയെ സംരക്ഷിക്കാൻ ശ്രമിക്കുകയും ചെയ്ത സർക്കാരാണ് UPയിലെ BJPയുടെ നേതൃത്വത്തിലുള്ള യോഗി ആദിത്യനാഥിന്റെ സർക്കാർ. NREG കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി MG പുഷ്പ അധ്യക്ഷത വഹിച്ചു. P ശാന്തകുമാരി, K സുജാത, ദേവി രവീന്ദ്രൻ, KV ലക്ഷ്മി, PL ഉഷ, TV പത്മിനി, M വിധുബാല തുടങ്ങിയവർ സംസാരിച്ചു. P ബേബി സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.